പീഡിയാട്രിക് ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈൻ ഡിസോർഡറിൽ ഇനി അപ്പൻഡിസൈറ്റിസ് ആണ്. അപ്പൻഡിസൈറ്റിസ് ഇസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ അപ്പൻഡിക്സ്. When the appendix become inflamed or infected, perforation may occur within a matter of time, leading to peritonitis, sepsis, septic shock, and potentially death. The treatment is surgical removal of appendix before perforation. അപ്പൻഡിസൈറ്റിസ് സാധാരണ ബേബീസിലാണ് കൂടുതൽ കാണുന്നത്. അപ്പൻഡിസൈറ്റിസ് വന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എയർലി ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ there is chance for infection. അതിനോട് ശേഷം പെർഫറേഷൻ ഓഫ് ദ അപ്പൻഡിക്സ് ക്യാൻ ലീഡ് ടു പെരിറ്റോണൈറ്റിസ്, ദെൻ സെപ്സിസ്, സെപ്റ്റിക് ഷോക്ക്, ഡെത്ത്. അതായത് ഒരു സീരിയസ് സിറ്റുവേഷൻ ആണ്. ഇനി അപ്പൻഡിസൈറ്റിസിൻ്റെ അസസ്മെൻറ്റ് നമുക്ക് കാണാം. പെയിൻ ഇൻ പെരി എംബ്ലിക്കൽ ഏരിയ ദാറ്റ് ഡിസെൻഡ് ടു ദ റൈറ്റ് ലോവർ ക്വാഡ്രന്റ്. എപ്പോഴും അബ്ഡോമിനൽ പെയിൻ റൈറ്റ് ലോവർ ക്വാഡ്രന്റിലായിരിക്കും. അബ്ഡോമിനൽ പെയിൻ ദാറ്റ് ഈസ് മോസ്റ്റ് ഇൻറ്റൻസ് അറ്റ് മാക്ബർണീസ് പോയിന്റ്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മുതൽ അറിയുന്നതാണ്. മാക്ബർണീസ് പോയിന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് പെയിൻ. ദെൻ അത് റേഡിയേറ്റ് ചെയ്യും. റഫേർഡ് പെയിൻ ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് പെരിറ്റോണിയൽ ഇറിറ്റേഷൻ, റീബൗണ്ട് ടെൻഡർനെസ്, അബ്ഡോമിനൽ റിജിഡിറ്റി, ഇലവേറ്റഡ് WBC കൗണ്ട്. ഇഫ് സൈഡ് ലൈൻ പൊസിഷൻ അബ്ഡോമിനൽ പെയിൻ കുറച്ച് റിലീവ് ആകും. ദെൻ ഡിഫിക്കൽറ്റി വാക്കിംഗ് ആൻഡ് പെയിൻ ഇൻ ദ റൈറ്റ് ഹിപ്പ്, ലോ ഗ്രേഡ് ഫീവർ, അനോറെക്സിയ, നോക്സിയ ആൻഡ് വോമിറ്റിംഗ് ആഫ്റ്റർ പെയിൻ ഡെവലപ്പ്, ഡയറിയ. Now peritonitis. Peritonitis is a result from perforated appendix. Peritonitis is the inflammation of the peritoneal cavity. Peritonitis ഉണ്ടാകാനുള്ള മെയിൻ കാരണം പെർഫറേഷൻ ഓഫ് ദ അപ്പൻഡിക്സ് ആണ്. അതോടൊപ്പം എന്തെങ്കിലും ഇൻവേസീവ് പ്രൊസീജിയേഴ്സ്, എക്സാമ്പിൾ പെരിറ്റോണിയൽ ഡയാലിസിസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻവേസീവ് പ്രൊസീജിയർ കാരണവും പെരിറ്റോണൈറ്റിസ് വരാറുണ്ട്. അസസ്മെൻറ്റ്: ഇൻക്രീസ്ഡ് ഫീവർ, പ്രോഗ്രസീവ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ടക്കിക്കാർഡിയ, ടക്കിപ്നിയ, പാലർ, ദെൻ ചിൽസ്, റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ഇറിറ്റബിലിറ്റി. ഇതൊക്കെയാണ് അസസ്മെൻറ്റ്. അതർവൈസ് സൈൻസ് ഓഫ് സിംറ്റംസ് ഓഫ് പെരിറ്റോണൈറ്റിസ്. നൗ സർജിക്കൽ പ്രൊസീജിയറാണ് അപ്പൻഡിക്സെക്ടമി. അപ്പൻഡിസെക്ടമി ഇസ് ദ റിമൂവൽ ഓഫ് ദ അപ്പൻഡിക്സ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ട്രീറ്റ്മെൻറ്റ്. അപ്പൻഡിസെക്ടമിയാണ്. അതിന് കൂടാതെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാനുണ്ട്. ഈ സിവിയർ ഇൻഫ്ലമേഷൻ്റെ സമയത്ത് ഇൻഫ്ലമേഷൻ ഒന്ന് സബ്സൈഡ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് സർജറിക്ക് മുമ്പ് തന്നെ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. നൗ അപ്പൻഡിസെക്ടമി നോക്കാം. അപ്പൻഡിസെക്ടമിയിൽ പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻ, മെയിൻറ്റെയിൻ NPO സ്റ്റാറ്റസ്. കാരണം NPO ആണ് ബേബി, ഏത് പേഷ്യൻ്റ് ആണെങ്കിലും സർജറിക്ക് മുമ്പ് NPO ആണ്. സോ ഇതിലും NPO സ്റ്റാറ്റസ്. അഡ്മിനിസ്റ്റർ IV ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. മോണിറ്റർ ഫോർ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് പെയിൻ. മോണിറ്റർ ഫോർ ചേഞ്ചസ് ഇൻ ദ ലെവൽ ഓഫ് പെയിൻ. ഈ ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യണമെന്ന് പറയുന്നതിന് കാരണം സിവിയർ പെയിൻ പെട്ടെന്നൊന്ന് സബ്സൈഡായ അതിന് കാരണം പെർഫറേഷൻ സംഭവിച്ചു എന്നുള്ളതാണ്. പെർഫറേഷന് സമയത്ത് അപ്പൻഡിസൈറ്റമയുടെ പെർഫറേഷന് സമയത്ത് അപ്പൻഡിസൈറ്റിസിൻ്റെ പെയിൻ ആ റൈറ്റ് സൈഡിൽ നിന്ന് പെട്ടെന്ന് റിലീവ് ആകുന്നു. പിന്നെ ഓൾ അബ്ഡോമിനൽ പെയിൻ വരുന്നതും ആയിരിക്കും. അതുകൊണ്ടാണ് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് പെയിൻ അസസ് ചെയ്യണമെന്ന് പറയുന്നത്. മോണിറ്റർ ഫോർ സൈൻ ഓഫ് എ റപ്ചേർഡ് അപ്പൻഡിക്സ് ആൻഡ് പെരിറ്റോണൈറ്റിസ്. Client would receive analgesia consistent with the level of pain. Administer antibiotics as prescribed. Monitor bowel sound. Allow child to take a position of comfort, possibly right side lying or low to semi-fowler's position. Right side lying or low to semi-fowler's position. Apply ice pack to the abdomen for 20 to 30 minutes every hour if prescribed. അതായത് ഒരു മണിക്കൂറിൽ 20 മിനിറ്റ് മുതൽ, അതായത് അല്ലെങ്കിൽ 30 മിനിറ്റ് വരെയൊക്കെ ഐസ് പാക്ക് വെക്കുക. കണ്ടിന്യൂസ് ഐ പാക്ക് വെക്കാൻ പാടില്ല, കാരണം സർക്കുലേഷനും കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അവോയ്ഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ടു ദ അബ്ഡോമൻ. അവോയ്ഡ് ലാക്സേറ്റീവ്സ് ഓർ അനീമ. ഇങ്ങനെയൊക്കെ അനീമിയോ ലാക്സേറ്റീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെർഫറേഷൻ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അപ്പൻഡിസൈറ്റിസ് ഉള്ള ഒരു സിറ്റുവേഷനിൽ അനീമിയോ ലാക്സേറ്റീവ്സോ കൊടുക്കരുത് എന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻ. മോണിറ്റർ വൈറ്റൽ സൈൻസ്, പർട്ടിക്കുലർലി ടെമ്പറേച്ചർ നോക്കുന്നത് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മെയിൻറ്റെയിൻ NPO സ്റ്റാറ്റസ് അണ്ടിൽ ബowel ഫംഗ്ഷൻ ഹാസ് റിട്ടേൺ. Advancing the diet gradually as tolerated and prescribed by the physician, because if there is bowel sound, can start the food very slowly. Assess the incision for sign of infection such as redness, swelling, drainage and pain to assess the infection. Monitor drainage from the drain which may be inserted if perforation occur. പെർഫറേഷൻ ഉണ്ടെങ്കിലാണ് ഡ്രെയിനേജ് യൂഷ്വലി ഇടുന്നത്, ഇല്ലെങ്കിൽ ഡ്രെയിനേജ് ഇടാറില്ല. കാരണം പെർഫറേഷൻ ഉണ്ടെങ്കിൽ ഡ്രെയിനേജ് ഇടുന്നത് ഈ കളക്ഷൻ അവിടെ പൂള് ചെയ്ത് പെരിറ്റോണൈറ്റിസ് എക്സാഗ്രേറ്റ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയാണ്. പൊസിഷൻ ദ ചൈൽഡ് ഓൺ എ റൈറ്റ് ലൈങ് ഓർ ലോ സെമി ഫൗളേഴ്സ് പൊസിഷൻ വിത്ത് ദ ലെഗ് സ്ലൈറ്റ്ലി ഫ്ലെക്സ്ഡ് ടു ഫെസിലിറ്റേറ്റ് drainage.
Change the dressing as prescribed and record the type and amount of dressing drainage. Perform wound drainage if prescribed. ഇതെല്ലാം തന്നെ സാധാരണ എല്ലാ പോസ്റ്റ് ഓപ്പറേറ്റീവ് കണ്ടീഷൻ്റെ സെയിം ആണ്. നെക്സ്റ്റ് കണ്ടീഷൻ ഹെയർസ്പ്രിംഗ് ഡിസീസ് ഓർ കൺജനൈറ്റൽ മെഗാകോളൻ. ഈ പിക്ചർ കാണുന്ന പോലെ തന്നെയാണ് ഇതിൽ കൺജനൈറ്റൽ മെഗാകോളൻ. ഇവിടെ ലാർജ് സൈസ് അതായത് എൻലാർജ്ഡ് കോളൻ കാണാൻ സാധിക്കും. ഇതാണ് ഹെയർസ്പ്രിംഗ് ഡിസീസ്. ഹെയർസ്പ്രിംഗ് ഡിസീസ് ഇസ് എ കൺജനൈറ്റൽ അനോമാലി ഓൾസോ നോൺ ആസ് കൺജനൈറ്റൽ എ ഗാംഗ്ലിയോണോസിസ് ഓർ എ ഗാംഗ്ലിയോണിക് മെഗാകോളൻ. ഹെയർസ്പ്രിംഗ് ഡിസീസിന് പറയുന്ന വേറൊരു പേരാണ് കൺജനൈറ്റൽ മെഗാകോളൻ, അതർവൈസ് കൺജനൈറ്റൽ എ ഗാംഗ്ലിയോണോസിസ്. ഇതാണ് ഗാംഗ്ലിയോൺ. ഈ വൈറ്റ് സ്പോട്ട് കാണാൻ സാധിക്കുന്നതാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻ ദ നമ്പർ ഇതാണ് ഹെയർസ്പ്രിംഗ് ഡിസീസിന് കാരണം. ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞാൽ ഇത് നെർവ് എൻഡിങ് ആണ്, അത് ഗ്രൂപ്പ് ഓഫ് നെർവ് എൻഡിങ് ആണ്. അതിൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ഇൻ ദ നമ്പർ ക്യാൻ ലീഡ് ടു ഹെയർസ്പ്രിംഗ് ഡിസീസ്. The disease occurs as a result of an absence of ganglionic cell in the rectum and other area of the affected intestine. അതായത് ഗാംഗ്ലിയോണിക് സെല്ലിൻ്റെ ആബ്സെൻസ്. മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ റിസൾട്ട് ബിക്കോസ് ഓഫ് ഇനാഡിക്വേറ്റ് മോട്ടിലിറ്റി ഓഫ് ആൻ ഇൻഡസ്റ്റൈൻ സെഗ്മെൻറ്റ്. ഈ ഗാംഗ്ലിയോണിൻ്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ മൂവ്മെൻ്റ് ഇല്ല, മോട്ടിലിറ്റി നടക്കുന്നില്ല, പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ഇഫക്റ്റീവ് അല്ല. അതുകൊണ്ട് ഈ അക്യുമുലേറ്റ് ചെയ്യും എല്ലാ കാര്യങ്ങളും, അതായത് ഗ്യാസ് ആണെങ്കിലും സ്റ്റൂൾ കണ്ടൻ്റ് ആണെങ്കിലും ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് മെഗാ കോളനായിട്ട് വരും. എല്ലാർജ് in the size and at the same time അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയും, മോട്ടിലിറ്റിയും കുറയും. അതാണ് ഹെയർസ്പ്രിംഗ് ഡിസീസ്. The disease may be a familial congenital defect or may be associated with other anomalies such as Down syndrome and genitourinary abnormality. Most of the time ഇതൊരു ഫാമിലി ഹിസ്റ്ററിയാണ്. അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രമോ അല്ലെങ്കിൽ ജെനിറ്റോയൂറിനറി അബ്നോർമാലിറ്റിയോട് അസോസിയേറ്റഡ് ആയിട്ടാണ് ഹെയർസ്പ്രിംഗ് ഡിസീസ് വരുന്നത്. The rectal biopsy specimen show histological evidence of the absence of ganglion cell. ഇതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യുന്നത് റെക്ടൽ ബയോപ്സി വെച്ച് മാത്രമാണ്. റെക്ടൽ ബയോപ്സിയിൽ ഈ ഗാംഗ്ലിയോണിക് സെല്ലിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിലാണ് കൺജനൈറ്റൽ മെഗാകോളൻ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ഇസ് എൻട്രോകോളൈറ്റിസ്. എന്താണ് മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ? എൻട്രോകോളൈറ്റിസ് ആണ്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് എൻട്രോകോളൈറ്റിസ് ആർ ഫീവർ, സിവിയർ പ്രോസ്ട്രേഷൻ, GI ബ്ലീഡിംഗ്, എക്സ്പ്ലോസീവ് വാട്ടറി ഡയറിയ. ഇതൊക്കെയാണ് എൻട്രോകോളൈറ്റിസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്. എൻട്രോകോളൈറ്റിസ് ഹെയർസ്പ്രിംഗ് ഡിസീസിൻ്റെ കോംപ്ലിക്കേഷനാണ്. Treatment for mild to moderate disease is based on relieving chronic constipation with stool softeners and rectal irrigation. ഈ സിറ്റുവേഷനിൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷന് കാരണമാണ്. കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യുക. കോൺസ്റ്റിപ്പേഷൻ കൂടുന്നതനുസരിച്ച് ഈ കോളൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വരും. അതുകൊണ്ടാണ് ക്രോണിക് കോൺസ്റ്റിപ്പേഷനെ കഴിവതും അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ നീഡ് ടു ഗിവ് സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ഓർ റെക്ടൽ ഇറിഗേഷൻ. സർജിക്കൽ കറക്ഷൻ ക്യാൻ ടിപ്പിക്കലി ബി കംപ്ലീറ്റഡ് വിത്ത് എ സിംഗിൾ പ്രൊസീജിയർ. ഒരു സിംഗിൾ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം, 2-3 സ്റ്റെപ്പായിട്ടും ചെയ്യുന്നുണ്ട്. However, there are instances where the surgery may have to be completed in 2 or 3 stages requiring colostomy diversion. മോസ്റ്റ് ഓഫ് ദ കേസിൽ സിംഗിൾ സർജറി ആയിട്ട് ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. ബട്ട് ഇൻ ഫ്യൂ കേസസിൽ ഒരു 2-3 സ്റ്റെപ്പായിട്ടാണ് സർജറി ചെയ്യുന്നത്. ഈ അതർവൈസ് 2-3 സ്റ്റേജസ് ആയിട്ടാണ് സർജറി ചെയ്യുന്നത്. ഈ സ്റ്റേജസ് മീൻസ് ഫസ്റ്റ് കൊളോസ്റ്റമി ഇടും. കൊളോസ്റ്റമി ഇടുന്നത് അതിൻ്റെ താഴേക്കുള്ള ഭാഗം ഹീലാകുന്നതിന് വേണ്ടിയാണ്. വൺസ് ഹീലായി കഴിഞ്ഞതിന് ശേഷം ഈ കൊളോസ്റ്റമി വീണ്ടും കൊളോസ്റ്റമി വീണ്ടും റിപ്പയർ ചെയ്യും. അതായത് ആ ഹീലായ ഭാഗത്തേക്ക് കോളൻ കണക്റ്റ് ചെയ്ത് സർജറി ചെയ്യും. If correction using 2 or 3 stage process is required, a temporary colostomy is created to relieve obstruction and allow the abnormally inverted dilated bowel to return to its normal size. അതായത് കൊളോസ്റ്റമി ചെയ്യുമ്പോൾ ഒബ്സ്ട്രക്ഷൻ റിലീവ് ചെയ്യുക. അവിടെ പൂളിങ് നടക്കുന്നില്ല, കൊളോസ്റ്റമി ബാഗിൽ കൂടെ എല്ലാം പുറത്തേക്ക് വരും, അല്ലെങ്കിൽ കൊളോസ്റ്റമി സ്റ്റോമയിൽ കൂടെ പുറത്തേക്ക് വരും. അതിനുശേഷം ഈ ഡയലേറ്റ് ആയിട്ടുള്ള ബൗലിൻ്റെ പാർട്ട് റിട്ടേൺ ടു നോർമൽ സൈസ്. അതിനുള്ള ടൈം എടുക്കും. ഇത് കുറേ മാസങ്ങളോളം ഉള്ള പ്രൊസീജിയറാണ്. When the bowel return to its normal size, complete surgical repair is performed via the pull through procedure to exercise portion of the bowel. That means once ഇത് നോർമലായ അത് സ്റ്റിച്ച് ചെയ്ത് വെക്കുക, അതാണ് പ്രൊസീജിയർ. പിന്നെ കൊളോസ്റ്റമി ക്ലോസ് ചെയ്യും. ഇതാണ് ഹെയർസ്പ്രിംഗ് ഡിസീസിൻ്റെ സർജിക്കൽ കറക്ഷൻ.
അസസ്മെൻറ്റ് ഹെസ്പ്രിങ് ഡിസീസ് ഉണ്ടോ എന്നുള്ളതിൻ്റെ അസസ്മെൻറ്റ് ചെയ്യും. ന്യൂ ബോണിൽ തന്നെ അസസ് ചെയ്യാൻ സാധിക്കും. ഫെയിലർ ടു പാസ് മിക്കോണിയം ഓർ സ്റ്റൂൾ, ഫെയിലർ ടു പാസ് ബിക്കോസ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ലോവർ പാർട്ടിൽ കുറവാണ്, ബിക്കോസ് ദർ ഇസ് നോ ഗാംഗ്ലിയോണിക് സെൽ. റിഫ്യൂസ് ടു സക്ക് ബിക്കോസ് ഈ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉള്ളതുകൊണ്ടാണ് ഫീഡ് റിഫ്യൂസ് ചെയ്യുന്നത്. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ബൈൽ സ്റ്റെയിൻഡ് വോമിറ്റസ്. ചിൽഡ്രനിൽ ഫെയിലിയർ ടു ഗെയിൻ വെയിറ്റ് ആൻഡ് ഡിലേഡ് ഗ്രോത്ത്, ദാറ്റ് മീൻസ് ഫുഡിൻ്റെ വളരെ കുറവാണ്. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, വോമിറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഡയറിയ, റിബൺ ലൈക്ക് ആൻഡ് ഫോൾ സ്മെല്ലിംഗ് സ്റ്റൂൾ. ഇതിൻ്റെ അകത്ത് ഏറ്റവും ടിപ്പിക്കലായിട്ടുള്ള ഒരു സൈനാണ് റിബൺ ലൈക്ക് ഓർ ഫോൾ സ്മെല്ലിംഗ് സ്റ്റൂൾ. മെഡിക്കൽ മാനേജ്മെൻറ്റ്, മെയിൻറ്റെയിൻ എ ലോ ഫൈബർ ഹൈ കാലറി ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ബിക്കോസ് ബേബീസിന് സ്റ്റൂൾ റിട്ടൻഷൻ ഉണ്ടാകും, സംടൈംസ് ഡയറിയ ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ് കാരണം ബേബിക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫുഡാണ് കൊടുക്കേണ്ടത്. ഹൈ കാലറി ഹൈ പ്രോട്ടീൻ, കാരണം ഗ്രോത്ത് റിട്ടാർഡേഷനാണ് മോസ്റ്റ് ഓഫ് ദി ഡേ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈ കാലറി ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുന്നത്. ദെൻ ഹൈ ഫൈബർ കൊടുത്താൽ വീണ്ടും മെഗാ കോളൻ, അതായത് കോളൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോണിക് സെൽ. Then otherwise sometimes we can give പാരൻ്റൽ ന്യൂട്രീഷൻ, അതായത് ഇനി എക്സ്ട്രീം സിറ്റുവേഷൻ, അതായത് ബേബി ഫീഡ് എടുക്കുന്നില്ലെങ്കിൽ അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് TPN കൊടുക്കാവുന്നതാണ്. അഡ്മിനിസ്റ്റർ സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് ആസ് പ്രിസ്ക്രൈബ്ഡ്, അഡ്മിനിസ്റ്റർ ഡെയിലി റെക്ടൽ ഇറിഗേഷൻ വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫ്ലൂയിഡ്. റെക്ടൽ ഇറിഗേഷൻ വിത്ത് പ്രിസ്ക്രൈബ്ഡ് ഫ്ലൂയിഡ് മീൻസ് വാം സലൈനാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. സൊല്യൂഷൻ ടു പ്രൊമോട്ട് ആഡിക്വേറ്റ് എലിമിനേഷൻ ആൻഡ് പ്രിവെൻറ്റ് ഒബ്സ്ട്രക്ഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്. സർജിക്കൽ മാനേജ്മെൻറ്റ്, പ്രീ ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻ, അസസ് ബവൽ ഫംഗ്ഷൻ, അഡ്മിനിസ്റ്റർ ബവൽ പ്രിപ്പറേഷൻ ആസ് പ്രിസ്ക്രൈബ്ഡ്, മെയിൻറ്റെയിൻ NBO, മോണിറ്റർ ഹൈഡ്രേഷൻ ആൻഡ് ഫ്ലൂയിഡ് സ്റ്റാറ്റസ്, then start IV fluid as well for the hydration, administer antibiotics, colonic irrigation with antibiotic solution as prescribed to clear the bowel bacteria. bowel bacteria കാരണം അവിടെ കൊളോണൈസേഷൻ വരാൻ കാരണം ഈ സ്റ്റൂൾ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതും ആൻറ്റിബയോട്ടിക് സൊല്യൂഷൻ കൊണ്ട്, യൂഷ്വലി ക്ലോർഹെക്സിഡിൻ കൊണ്ടാണ്, ക്ലോർഹെക്സിഡിൻ കൊണ്ട് ഇറിഗേറ്റ് ചെയ്യുക. 0.5% ക്ലോർഹെക്സിഡിൻ, ഹാൻഡ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്ര കോൺസെൻട്രേറ്റഡ് ക്ലോർഹെക്സിഡിൻ അല്ല. Monitor strict intake and output, obtain daily weight, measure abdominal girth daily, avoid taking the temperature rectally, monitor for respiratory distress. സർജിക്കൽ മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻ ആണ്. മോണിറ്റർ വൈറ്റൽ സൈൻസ്, അവോയ്ഡ് ടേക്കിംഗ് ദ ടെമ്പറേച്ചർ റെക്ടലി, കറക്റ്റ് ടെമ്പറേച്ചർ എടുക്കില്ല പ്രീയിലും പോസ്റ്റ് ഓപ്പറേറ്റീവിലും. മെഷർ അബ്ഡോമിനൽ ഗർത്ത് ഡെയിലി, അബ്ഡോമിനൽ ഗർത്ത് ഡെയിലി കളക്ഷൻ വീണ്ടും ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാനാണ്. അസസ് സർജിക്കൽ സൈറ്റ് ഫോർ റെഡ്നസ്, സ്വെല്ലിംഗ്, ഡ്രെയിനേജ്. അസസ് സ്റ്റോമ, കൊളോസ്റ്റമി ഉണ്ടെങ്കിൽ. ഈ പ്രസൻറ്റ് ഫോർ ബ്ലീഡിംഗ് ഓർ സ്കിൻ ബ്രേക്ക് ഡൗൺ. ഇത് നോർമൽ സ്റ്റോമയൊക്കെ കളർ റെഡ് കളറാണ്, മോയിസ്റ്റ് ആയിരിക്കും. അസസ് ദ റേനൽ ഏരിയ ഫോർ ദ പ്രസൻസ് ഓഫ് സ്റ്റൂൾ, റെഡ്നസ് ഓർ ഡിസ്ചാർജ്. മെയിൻറ്റെയിൻ NBO സ്റ്റാറ്റസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ആൻഡ് അൻറ്റിൽ ബവൽ സൗണ്ട് റിട്ടേൺ ഓർ ഫ്ലാറ്റസ് ഇസ് പാസ്, യൂഷ്വലി വിത്ത് 48 to 72 hours. 48 to 72 hours വരെ യാതൊന്നും കൊടുക്കാൻ പാടില്ല, NBO വെക്കണം. വൺസ് പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് റീഗെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈവൻ ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Maintain NG tube to allow intermittent suction until peristaltic return. NG aspiration വേണം. Maintain IV fluid until the child tolerate appropriate oral intake, advancing the diet from clear liquid to regular as tolerated as prescribed by doctor. Assess for dehydration and fluid overload. Monitor strict intake output. Obtain daily weight. Assess for pain, provide comfort measures as required, provide the parent with the instruction regarding colostomy care, teach the parent about the appropriate diet and need for adequate fluid intake. Next condition ആണ് induced assumption. Induced assumption is the telescoping of one portion of the bowel into another portion. That condition result in obstruction to the passage of intestinal conduct. ഇതാണ് ഇൻഡ്യൂസ് അസപ്ഷൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻഡ്യൂസ് അസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോക്സിമൽ പാർട്ട്, ഇതാണ് പ്രോക്സിമൽ പാർട്ട്, ഇത് ഡിസ്റ്റൽ പാർട്ട്. ഈ പ്രോക്സിമൽ പാർട്ടിന് ഒരു പാർട്ട് ഈ ഡിസ്റ്റൽ പാർട്ടിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നു, അകത്തേക്ക് കയറിയിരിക്കുന്നതിനെയാണ് ഇൻഡ്യൂസ് അസപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഈ പോർഷൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുക, ഇങ്ങനെ കയറുന്നതിനെയാണ് ഇൻഡ്യൂസ് അസപ്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ പിന്നെ ബയൽ സ്റ്റെയിൻഡ് വൊമിറ്റിംഗ്, പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ്, ബേബി സ്റ്റൂള് പാസ് ചെയ്യില്ല, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരും. ഇതിൻ്റെ അകത്ത് മാനേജ്മെൻ്റ് ആയിട്ട് സലൈൻ റിഡക്ഷൻ ഉണ്ടാകും. നമ്മൾ താഴെ കാണും. സലൈൻ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വാം സലൈൻ പുഷ് കൊടുക്കും. അതായത് റെക്ടൽ വഴിയായിരിക്കും വാം സലൈൻ പുഷ് കൊടുക്കുമ്പം ഈ ഇൻഡസ്റ്റൈൻ, അതായത് അകത്തേക്ക് കയറിയിരിക്കുന്ന ഇൻഡസ്റ്റൈൻ ഈ പുഷ് കാരണം പുറത്തേക്ക് വന്ന് നേരെയാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയും ഇത് മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻഡ്യൂസ് അസെപ്ഷൻ എന്നാണ് നമ്മൾ കണ്ടു. ഇനി അതിൻ്റെ ഡീറ്റെയിൽ കാണാം. അസസ്മെൻറ്റ് ഓഫ് ഇൻഡ്യൂസ് അസെപ്ഷൻ: കോളിക്കി അബ്ഡോമിനൽ പെയിൻ ദാറ്റ് കോസ് ദ ചൈൽഡ് ടു സ്ക്രീം ആൻഡ് ഡ്രോ ദ നീ ടു ദ അബ്ഡോമൻ സിമിലർ ടു ദ ഫീറ്റൽ പൊസിഷൻ. അതായത് ബിക്കോസ് ഓഫ് സിവിയർ പെയിൻ ബേബി ഫീറ്റൽ പൊസിഷൻ അങ്ങനെ ഫ്ലെക്സ് ചെയ്തുള്ള പൊസിഷനിലേക്ക് വരും, ഇനി അബ്ഡോമിനിലേക്ക് വരും. അതായത് പെയിൻ്റെ സിവിയറിറ്റി കാരണമാണ്. കോളിക്കി അബ്ഡോമിനൽ പെയിൻ ആണ്. ബേബീസിന് എക്സ്പ്രസ് ചെയ്യുന്നത് ഇവരുടെ ഇങ്ങനെ ആക്റ്റീവ് മൂവ്മെൻറ്റിൽ കൂടി ആയിരിക്കും. വൊമിറ്റിംഗ് ഓഫ് ഗ്യാസ്ട്രിക് കണ്ടൻറ്റ് ഓർ ബൈൽ സ്റ്റെയിൻഡ് ഫീക്കൽ എമിസിസ്. അതായത് വൊമിറ്റിംഗ് ഓഫ് ഗ്യാസ്ട്രിക് കണ്ടൻറ്റ് ഓർ ബൈൽ സ്റ്റെയിൻഡ് വൊമിറ്റസ് വരും. ഇതാണ് അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളത്. കറൻ്റ്ലി ജെലി ലൈക്ക് സ്റ്റൂൾ കണ്ടെയ്നിങ് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്. ഇതിൽ ജെലി ലൈക്ക് സ്റ്റൂളാണ്, ബ്ലഡും മ്യൂക്കസും കാണും. നമ്മൾ ഹെയർ സ്പ്രിംഗ് ഡിസീസിൽ റിബൺ ലൈക്ക് ആൻഡ് ഫോൾ സ്മെല്ലിംഗ് സ്റ്റൂളായിരുന്നു. ഈ സ്റ്റൂളൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിഫിക്കേഷൻ. ഹൈപ്പോ ആക്റ്റീവ് ഓർ ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട്, ടെൻഡർ ഡിസ്റ്റൻഡഡ് അബ്ഡോമൻ പോസിബിളി വിത്ത് എ പാൽപ്പബിൾ സോസേജ് ഷേപ്ഡ് മാസ് ഇൻ ദ അപ്പർ റൈറ്റ് ക്വാഡ്രൻറ്റ്. ഇത് അതുപോലെ തന്നെ ഓർത്തിരിക്കണം. ഇൻഡ്യൂസ് അസെപ്ഷൻ്റെ പ്രത്യേകമായ സൈനാണ് പാൽപ്പബിൾ സോസേജ് ഷേപ്ഡ് മാസ്. ഇൻ്റർവെൻഷൻ: മോണിറ്റർ ഫോർ സൈൻ ഓഫ് പെർഫറേഷൻ ആൻഡ് ഷോക്ക് ആസ് എവിഡൻസ്ഡ് ബൈ ഫീവർ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ചേഞ്ച് ഇൻ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ചേഞ്ച് ഇൻ ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് and if anything report immediately. Antibiotic, IV fluid and decompress via nasogastric tube may be prescribed. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് കൊടുക്കുക, IV ഫ്ലൂയിഡ് കൊടുക്കുക, ഡീകംപ്രസ് ചെയ്യുക. നേസോഗ്യാസ് എന്ത് GI ഡിസോർഡർ ഉണ്ടായാലും പീഡിയാട്രിക് ആയാലും നിയോനേറ്റ്സ് ആയാലും ഫസ്റ്റ് GI ഡീകംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇട്ടിട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്തിടേണ്ടതാണ്. മോണിറ്റർ ഫോർ ദ പാസേജ് ഓഫ് നോർമൽ ബowel stool. Monitor for the passage of normal brown stool which indicate that the induced assumption has reduced itself. Induced assumption ചിലപ്പോൾ തന്നെ റെഡ്യൂസ് ആവും. അപ്പോൾ ബേബിയുടെ പെയിൻ കുറഞ്ഞു അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യാൻ തുടങ്ങിയെന്ന് മീൻസ് ഇൻഡ്യൂസ് അസെപ്ഷൻ തന്നെ മീൻസ് ഓട്ടോമാറ്റിക്കലി തന്നെ റെഡ്യൂസായി. Prepare for hydrostatic reduction as prescribed if no sign of perforation or shock occur. ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ ഞാൻ പറഞ്ഞ പോലെ യൂഷ്വലി നോർമൽ സലൈൻ റിഡക്ഷൻ ആണ്. അതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രഷർ കാരണം ഈ അകത്തേക്ക് കയറിയിരിക്കുന്ന ടെലിസ്കോപ്പിംഗ് പാർട്ട് വീണ്ടും അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് പോകുന്നതാണ്. Then if hydrostatic reduction, air or fluid is used to exert pressure on area involved to lessen, diminished or resolve the prolapse. ഈ prolapse യൂഷ്വലി ഫ്ലൂയിഡ് ആണ്. എയർ വരുമ്പോൾ വീണ്ടും അബ്ഡോമിനൽ ഡിസ്റ്റൻഷന് കാരണമായതുകൊണ്ട് എയർ അധികം യൂസ് ചെയ്യാറില്ല. പോസ്റ്റ് ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം മോണിറ്റർ ഫോർ ദ റെക്ടം ഫോർ നോർമൽ ബowel സൗണ്ട് ഫോർ ദ പാസേജ് ഓഫ് ബേരിയം ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റൂൾ. ബേരിയം ആണെങ്കിൽ ബേരിയം പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേരിയം എനിമയാണ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറായിട്ട് പറയുന്നത്. അഡ്മിനിസ്റ്റർ ക്ലിയർ ഫ്ലൂയിഡ് ആൻഡ് അഡ്വാൻസ്ഡ് ഡയറ്റ് ഗ്രാജുവലി ആസ് പ്രിസ്ക്രൈബ്ഡ്. അബ്ഡോമിനൽ വാൾ ഡിഫക്റ്റ് ഫസ്റ്റ് ഓംഫാലോസിൽ. അബ്ഡോമിനൽ വാൾ ഡിഫക്റ്റിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ഓംഫാലോസീൽ കാണും. ഓംഫാലോസീൽ ഈ പിക്ചർ കാണുന്ന പോലെ തന്നെയാണ്. ഈ അംബ്ലിക്കൽ കോഡിൻ്റെ സൈറ്റിൽ നിന്ന് അബ്ഡോമിനൽ ഓർഗൻ, ഇൻറ്റസ്റ്റൈൻ ഓർഗൻ എല്ലാം ഔട്ട്സൈഡിലേക്ക് പ്രൊലാപ്സ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്രൂഡ് ചെയ്ത് വരിക. ഇതിനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറിങ് കാണും. ഈ കവറിങ്ങിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ കവർ ബ്രേക്ക് ആകാതെ നോക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് കവറിങ് ബ്രേക്ക് ആയ ഇൻഫെക്ഷൻ ഹൈ ചാൻസ് ആണ്. ഹൈ ചാൻസ് അല്ല മസ്റ്റായിട്ട് ഇൻഫെക്ഷൻ വരും. അതോടൊപ്പം ഈ ട്രാൻസ്പെറൻറ്റ് കവറിങ് ഊസ് ചെയ്ത് ഒരുപാട് ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഒക്കെ പുറത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബിൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, അതിനോടൊപ്പം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ. ഇതാണ് ഇതിന് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാക്യം കൂടെ നമുക്ക് കാണാം. Omphalocele refer to the herniation of the abdominal content through the umbilical ring, usually with an intact peritoneal sac. Okay, herniation of the abdominal content. The protrusion is covered by a translucent sac that may contain bowel or other abdominal organs.
Rupture of the sac result in evisceration of the abdominal content. റപ്ചർ ചെയ്താൽ ഉള്ള എല്ലാ അബ്ഡോമിനൽ കണ്ടന്റും പുറത്തേക്ക് പോകും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ദ സാക്ക് ഈസ് കവേർഡ് വിത്ത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ദ സാക്ക് ഈസ് കവേർഡ് വിത്ത് സ്റ്റെറൈൽ ഗോസ് soaked in normal saline to prevent drying of the abdominal content. The layer of plastic wrap is applied over the gauze to provide additional protection against moist loss. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് ബേബി ബോൺ ആയാൽ ഉടൻ തന്നെ സ്റ്റെറൈൽ ഗോസ്, അത് വാം സലൈനി സോക്ക് ചെയ്തതായിരിക്കണം. അത് വെച്ച് ഇത് കവർ ചെയ്യുക. കാരണം അത് ബ്രേക്ക് ആകാതിരിക്കാനും അതിനെ ഡ്രൈ ആകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ മുകളിലൂടെ ഒരു പ്ലാസ്റ്റിക് റോപ്പ് ചെയ്യണം. കാരണം എക്സ്ട്രാ പ്രൊട്ടക്ഷനാണ്, പ്രിവെൻറ്റ് മോയ്സ്ചർ ലോസ്. ഇവാപ്പറേറ്റീവ് ലോസ് ആണ് വരുന്നത് ഇവിടെ, ഇവാപ്പറേറ്റീവ് ലോസ്. മോണിറ്റർ വൈറ്റൽ സൈൻസ് എവറി 2 to 4 hourly, particularly temperature, because the infant can lose heat through the sac. ഞാൻ പറഞ്ഞു ഇവാപ്പറേറ്റീവ് ലോസ് ആണ്. പ്രീ ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, മെയിൻറ്റെയിൻ NPO സ്റ്റാറ്റസ്, അഡ്മിനിസ്റ്റർ IV fluid as prescribed to maintain hydration and electrolyte balance. Monitor for sign of infection, handle the infant carefully to prevent the rupture of the sac. Rupture prevent ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കൺട്രോൾ പെയിൻ, പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ആൻഡ് മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്, എൻഷ്യൂർ ആഡിക്വേറ്റ് ന്യൂട്രീഷൻ. ഇതിൻ്റെ സർജറിയാണ് കറക്റ്റീവ് സർജറി. അതായത് വൺസ് ബേബി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അന്ന് തന്നെയാണ് യൂഷ്വലി സർജറി ചെയ്യുന്നത്. സർജറി ചെയ്ത് ഈ അബ്ഡോമിനൽ കണ്ടൻറ്റ് അതിൻ്റെ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്ത് സ്യൂച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് യൂഷ്വലി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി മീൻസ് ബർത്ത് തന്നെ സർജറി ചെയ്യുന്നതാണ്. നെക്സ്റ്റ് അബ്ഡോമിനൽ വോൾ ഡിഫക്റ്റ് ആണ് ഗ്യാസ്ട്രോകൈസിസ്. ഗ്യാസ്ട്രോകൈസിസ് മീൻസ് ഇതിനൊരു സാക്കിലൊന്നുമല്ല, ഇൻഡസ്റ്റൈൻ കംപ്ലീറ്റ് ഔട്ട് സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുന്നതിനെയാണ് ഗ്യാസ്ട്രോകൈസിസ് എന്ന് പറയുന്നത്. ഇതൊരു സാക്കിൽ പ്രൊട്ടക്റ്റഡ് അല്ല, ഈ ഇൻഡസ്റ്റൈൻ ഔട്ട് സൈഡിലാണ് ഓൾമോസ്റ്റ്. Gastrocases occur when the herniation of the intestine is lateral to the umbilical ring. No membrane cover the exposed area. Membrane cover the, ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. നോ മെംബ്രെയിൻ കവർ ദ, ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഉംഫാലോസീല ആൻഡ് ഗ്യാസ്ട്രോകൈസിസ്. ദ എക്സ്പോസ്ഡ് ബowel is covered loosely in saline soaked pad and the abdomen is loosely wrapped in a plastic drape ഓർ ഏജൻസി പോളിസി. മീൻസ് അവർ ഏജൻസിക്ക് ഓരോ പോളിസി ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് കവർ ചെയ്യേണ്ടത്. സ്റ്റെറൈൽ പ്ലാസ്റ്റിക് കവറിങ് ഒക്കെ ഉണ്ട്, അതാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. റാപ്പിംഗ് ഡയറക്ട്ലി അറൗണ്ട് ദ എക്സ്പോസ്ഡ് ബൗൽ ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ബിക്കോസ് ദ എക്സ്പോസ്ഡ് ബൗൽ എക്സ്പാൻഡ്. റാപ്പിംഗ് കുഡ് കോസ് പ്രഷർ ആൻഡ് നെക്രോസിസ്. അതായത് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു കേസ് വന്നാൽ ആദ്യം തന്നെ സലൈൻ സോക്ക് ചെയ്ത് ഒരു പാട് അതിൻ്റെ മുകളിലേക്ക് ഇടുക. അതിനുശേഷം പ്ലാസ്റ്റിക് റോപ്പ്, അതായത് അതും ഒരു സ്റ്റെറൈലായിരിക്കും, റോപ്പ് കൊണ്ട് ജസ്റ്റ് കവർ ചെയ്യുക. ഓരോ ഏജൻസിക്കും അതിൻ്റേതായ പോളിസി ഉണ്ട്. അതിനെ കംപ്രസ് ചെയ്യാനോ ഓവർ കവറിങ്ങോ ഒന്നും പാടില്ല. കംപ്രസ് ചെയ്താലൊക്കെ അതിന് ഡ്രൈ ആകാനും ഹൈ പ്രഷർ കാരണം നെക്രോസിസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ സർജറി ഏറ്റവും ആദ്യം തന്നെ ചെയ്യുന്നതായിരിക്കും. Pre-operatively, care is similar to that omphalocele. Surgery is performed within several hours after birth because no membrane is covering the sac. അതായത് ഓംഫാലോസീൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് സർജറി ചെയ്യേണ്ടതാണ്. ഇത് അപ്പോൾ തന്നെ ചെയ്യുന്നതാണ്. യൂഷ്വലി 6 hours ചെയ്യും. വൺസ് ബേബീനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി മോസ്റ്റ് ഇൻഫന്റ് ഡെവലപ്പ് പ്രൊലോങ്ഡ് ഇലിയസ്, റിക്വയർ മെക്കാനിക്കൽ വെന്റിലേഷൻ, നീഡ് പാരൻ്റൽ ന്യൂട്രീഷൻ. അതർവൈസ് കെയർ ഈസ് സിമിലർ ടു ദ ഓംഫാലോസീൽ. കാരണം ഈ ബേബീസിൻ്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഒക്കെ റിഗെയിൻ ചെയ്യാൻ ഒരുപാട് കാലം എടുക്കുന്നതുകൊണ്ട് TPNലാണ് ബേബി കുറേ കാലം ഉണ്ട്. പിന്നെ മെക്കാനിക്കൽ വെന്റിലേഷനൊക്കെ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. പക്ഷേ ഓംഫാലോസീൽ അത്ര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ല. അത് ഓൾറെഡി അത് ഔട്ട് സൈഡിലേക്കൊന്നും വരാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക, സ്യൂച്ചർ ചെയ്യുക. അതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻസ് കണ്ടിട്ടില്ല. നെക്സ്റ്റ് umbilical and inguinal hernia and hydrocele. An umbilical hernia is a protrusion of the bowel through an abnormal opening in the abdominal wall. ഇതാണ് umbilical hernia. In children, hernia most commonly occur at the umbilical and also through the inguinal canal. Most common hernia is the umbilical hernia. A hydrocele is the presence of abdominal fluid in the scrotal sac. അസസ്മെൻറ്റ്, അംബ്ലിക്കൽ ഹെർണിയയുടെ അസസ്മെൻ്റ് ആണ് സോഫ്റ്റ് സ്വെല്ലിംഗ് ഓർ പ്രൊട്രൂഷൻ അറൗണ്ട് ദ അംബ്ലിക്കേറ്റ്സ് ദാറ്റ് ഈസ് യൂഷ്വലി റെഡ്യൂസിബിൾ വിത്ത് എ ഫിംഗർ. Inguinal hernia refer to painless inguinal swelling that is reducible. Swelling may disappear during the period of rest and is most noticeable when the infant cry or cough. ഇതൊക്കെ ഒന്ന് ഓർക്കണം. ബേബി കരയാതെ ഉറങ്ങുമൊക്കെ ആണെങ്കിൽ ഇത് അത്ര നോട്ടീസബിൾ അല്ല. പക്ഷേ ബേബി കരയുമ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെയാണ് അത് നമുക്ക് വിസിബിൾ ആകുന്നത്.
Incarcerated hernia occur when the descent portion of the bowel become tightly caught in the hernial sac, compromising blood supply. This represent a medical emergency requiring surgical repair. Medical emergency means ഈ പ്രൊട്രൂഷൻ സംഭവിച്ചിരിക്കുന്ന ഈ പാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാതെ അത് നെക്രോസിസ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഏറ്റവും എമർജൻസി ആയിട്ട് സർജറി ചെയ്തത് കറക്റ്റ് ചെയ്യേണ്ടത്. അസസ്മെൻറ്റ് ഫൈൻഡിങ് ഇൻക്ലൂഡ് irritability, tenderness at site, anorexia, abdominal distension, difficulty defecating. The protrusion cannot be reduced and complete intestine obstruction and gangrene may occur. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്രൊട്രൂഡഡ് പാർട്ട് ഇങ്ങനെ കോംപ്രമൈസിങ് ആണ്. ഇവിടെ ബ്ലഡ് സപ്ലൈ കുറവാണ്, ഇങ്ങനെ കംപ്രഷൻ കാരണം ബ്ലഡ് സപ്ലൈ വരുന്നില്ല. അപ്പോൾ ഇത്രയും പാർട്ട് നെക്രോസിസ് ആയി പോകും. നെക്രോസിസ് ആയി പോയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ കട്ട് ചെയ്ത് അനാസ്റ്റമോസിസ് ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എത്രയാണ് ഡയഗ്നോസ് ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ സർജിക്കൽ കറക്ഷൻ നടത്തുക. Non-communicating hydrocele has no connection to the peritoneum. Non-communicating hydrocele അതിൻ്റെ അത് പെരിറ്റോണിയായിട്ട് കണക്ഷൻ ഇല്ല. Fluid comes from the mesothelial lining of tunica vaginalis. Hydrocele usually disappeared by age 1 year as the fluid is reabsorbed. ഇങ്ങനെ നോൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഹൈഡ്രോസിലൊക്കെ പല ബേബീസിലും കാണാറുണ്ട്. അത് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യമില്ല, 1 വയസ്സാകുമ്പോൾ തന്നെ അത് റീഅബ്സോർവ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് ഒന്നും വേണ്ട. ഇതൊക്കെ സാധാരണ ബേബീസിൽ കാണുന്നതാണ്. Communicating hydrocele is associated with a hernia that remain open from the scrotum to the abdominal cavity. Communicating hydrocele abdominal cavity ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. Typically develop when the processes vaginalis remain open and allow communication with the peritoneum. Assessment include a bulging in the inguinal area or the scrotum that increase with crying or straining and decreased when the infant is at rest. അതായത് എല്ലാ ഹൈഡ്രോസിലും ഈ ഇൻഗ്യുനൽ ഹെർണിയയും ഒക്കെ അതെ ബേബി ഓക്കെ ആകുമ്പോൾ, അതായത് കരയുന്നൊന്നും ഇല്ല, അല്ലാതെ ഒരു കൊയറ്റാണെങ്കിൽ ഇതത്ര വിസിബിൾ അല്ല. എപ്പോഴാണോ ഫോഴ്സ് വരുന്നത്, കരയുക കോഫ് ചെയ്യുക, അപ്പോഴാണ് ഇത് കൂടുതൽ വിസിബിൾ വരുന്നത്. Parents may also report the bulging is smaller in the morning but increase in size throughout the day. അപ്പോൾ ഈ ബൾജിങ് മോർണിംഗിൽ കുറവാണെന്നും പിന്നെ ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം അവരെ ഇൻഫോം ചെയ്യണം. Post-operative intervention of hernia, monitor vital signs, assess for wound infection, monitor for redness and drainage, monitor output and intake and output and hydration status, assess the diet as tolerated, administer analgesia if prescribed, and administer analgesia as prescribed. Post-operative intervention, provide ice bag and scrotal support to relieve pain and swelling. Instruct the parent that tub bathing should be avoided until the incision site is healed. Instruct the parent that strenuous physical activity need to be avoid. Instruct the parent that the straddle toy are avoided for 2 to 3 weeks. Advise parent that the scrotum may not immediately return to normal size. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, അല്ലെങ്കിൽ അവർ കംപ്ലൈൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഈ സെൻറ്റൻസ് ഒക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്യണം. കാരണം സ്ക്രോട്ടം ഇമ്മീഡിയറ്റ്ലി നോർമൽ സൈസിലേക്ക് വരില്ല. അപ്പോൾ അബ്നോർമൽ സൈസാണെന്ന് പറഞ്ഞ് അവർ കംപ്ലൈൻറ്റ് കൊണ്ട് വന്നു. അങ്ങനെയാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ്, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് എൻകോപ്രസിസ്. കോൺസ്റ്റിപ്പേഷൻ ഈസ് ദ ഇൻഫ്രീക്വൻറ്റ് ആൻഡ് difficult passage of dry hard stool. Constipation. Encopresis is constipation with fecal incontinence. Encopresis ഒരു ടൈപ്പ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ ആണ്. അതിൽ ഫീക്കൽ ഇൻകോണ്ടിനൻസ് ഉണ്ട്. ചിൽഡ്രൻ ഓഫൺ കംപ്ലൈൻസ് ദാറ്റ് സോയിലിംഗ് ഈസ് ഇൻവോളണ്ടറി ആൻഡ് ഒക്കർ വിത്തൗട്ട് വാർണിംഗ്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ ഇൻകോണ്ടിനൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇഫ് ദ ചൈൽഡ് ഡസ് നോട്ട് ഹാവ് എ ന്യൂറോളജിക്കൽ ഓർ അനാട്ടമിക്കൽ ഡിസോർഡർ, എൻകോപ്രസിസ് ഇസ് യൂഷ്വലി ദ റിസൾട്ട് ഓഫ് fecal impaction and enlarged rectum can be chronic constipation. ഫീക്കൽ ഇമ്പാക്ഷനോ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ കാരണമാണ് യൂഷ്വലി ഫീക്കൽ ഇമ്പാക്ഷൻ വരുന്നത്. ഈ ഫീക്കൽ ഇമ്പാക്ഷൻ ഉള്ളപ്പോഴാണ് ഫീറ്റൽ ഇൻകോണ്ടിനൻസ് വരുന്നത്. ഇതാണ് എൻകോപ്രസിസ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് എൻകോപ്രസിസ് ആണ്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്രീക്വൻറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് പാസേജ് ഓഫ് ഹാർഡ് സ്റ്റൂളാണ്. യൂഷ്വലി കാണുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. Assessment of constipation, abdominal pain and cramping without distension, palpable movable fecal masses, normal or decreased bowel sound, malaise and headache, anorexia, nausea and vomiting. Encoprasisന്റെ assessment, evidence of soiling of clothing, scratches or rubbing of anal area,
ഫീക്കൽ ഓർഡർ, സോഷ്യൽ വിഡ്രോവൽ. അതുകൊണ്ട് എൻകോപ്രസിസ് കൂടുതൽ കോൺഷ്യസ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ബേബീസ് സോഷ്യൽ വിഡ്രോവലിലേക്ക് പോകും. Intervention: maintain a diet high in fiber and fluid to promote bowel elimination. Select fiber food considering the child's like and dislike. Fiber food ബേബീസിന് ഇഷ്ടമുള്ള പോലെ ഫൈബർ ഫുഡ് കൊടുക്കണം to prevent constipation. Monitor treatment regime for severe engopresis for 3 to 6 months. Decrease sugar and milk intake. Administer enema as prescribed until infection is cleared. Monitor for hypernatremia, hyperphosphatemia when administering റിപ്പീറ്റഡ് എനിമ. അതായത് റിപ്പീറ്റഡ് എനിമ കൊടുക്കുമ്പോൾ സോഡിയം കൂടാനും ഫോസ്ഫറസ് കൂടാനും ചാൻസ് ഉള്ളതുകൊണ്ട് സോഡിയം പൊട്ടാസ്യം ഫ്രീക്വൻ്റ്ലി മോണിറ്റർ ചെയ്യണം. ദെൻ സൈൻസ് ഓഫ് ഹൈപ്പർനാട്രീമിയ ഇൻക്ലൂഡ് ഇൻക്രീസ്ഡ് തേഴ്സ്, ഡ്രൈ സ്റ്റിക്കി മ്യൂക്കസ് മെംബ്രെയിൻ, ഫ്ലഷി സ്കിൻ, ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ, നോസിയ, വൊമിറ്റിംഗ്, ഒളിഗ്യൂറിയ ആൻഡ് ലെതാർജി. ഇതാണ് ഹൈപ്പർനാട്രീമിയയുടെ. ദെൻ ഹൈപ്പർഫോസ്ഫേറ്റീമിയയുടെ ഇൻക്ലൂഡ് ടെറ്റനി, മസിൽ വീക്ക്നെസ്, ഡിസരിത്തീമിയ ആൻഡ് ഹൈപ്പോടെൻഷൻ. ഹൈപ്പോടെൻഷൻ ആണ്, ഹൈപ്പർ ടെൻഷൻ അല്ല. Administer stool softeners or laxative as prescribed. Encourage the child to sit on the toilet for 5 to 10 minutes, approximately 20 to 30 minutes after breakfast and dinner to assist with defecation. അതായത് around 5 to 10 minutes ഫുഡ് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സിനൊക്കെ ശേഷം. Then irritable bowel syndrome. Irritable bowel syndrome results from increased motility which can lead to spasm and pain. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിന് കാരണം ഇൻക്രീസ്ഡ് മോർട്ടിലിറ്റി ആണ്. ദ ഡയഗ്നോസിസ് ഇസ് ബേസ്ഡ് ഓൺ ദ എലിമിനേഷൻ ഓഫ് പതോളജിക്കൽ കണ്ടീഷൻ. ദ സിൻഡ്രം ഇസ് എ സെൽഫ് ലിമിറ്റിംഗ് ഇൻ്റർമിറ്റൻറ്റ് പ്രോബ്ലം വിത്ത് നോ ഡെഫിനിറ്റീവ് ട്രീറ്റ്മെൻറ്റ്. സ്ട്രെസ് ആൻഡ് ഇമോഷണൽ ഫാക്ടേഴ്സ് മേ കോൺട്രിബ്യൂട്ട് ടു ദിസ് ഒക്കുറൻസ്. അതായത് എന്തെങ്കിലും സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഇമോഷണൽ ഫാക്ടറോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ കൂടുതൽ പ്രാവശ്യം സ്റ്റൂൾ പാസ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫിക്കേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുന്നതിനെയാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രത്തിൻ്റെ ഒരു മൈനർ കേസ്. കാരണം ഇൻക്രീസ്ഡ് മോട്ടിലിറ്റി ആണ് ഇതിന് കാരണം. മോസ്റ്റ് ഓഫ് ദ സമയം ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്. അതായത് സ്ട്രെസ്സും ഇമോഷനും ഒക്കെ പോയി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ക്യൂർ ആവും. അസസ്മെൻറ്റ്: diffuse abdominal pain unrelated to meal or activity, alternating constipation and diarrhea with the presence of undigested food and mucus in blood. Intervention: reassure the parent and child that the problem is self-limiting and intermittent and will resolve. Anticholinergic may be prescribed. അതെന്തിനാണെന്ന് വെച്ചാൽ ആൻറ്റി ഡിപ്രസൻറ്റ് മേ ബി നീഡഡ് ഇൻ സിവിയർ കേസ്. ആൻറ്റികോളിനർജിക് ആണ്. ഇനി ഒരുപാട് ഇങ്ങനെയൊക്കെ വരുന്ന ബേബീസിന് ആൻറ്റി ഡിപ്രസൻറ്റ് ക്യാൻ ബി prescribed. Encourage maintenance of healthy, well-balanced, moderate fiber, low-fat diet. Encourage health promotion activities such as exercise and school activities. ഇൻഫോം പാരൻസ് ഓഫ് സൈക്കോ സോഷ്യൽ റിസോഴ്സസ് ഇഫ് റിക്വയർഡ്. ഇപ്പോൾ ഇത് കണ്ടിന്യൂസ് അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൈക്കോ സോഷ്യൽ റിസോഴ്സസിനെ അവരുടെ ഒരു കൺസൾട്ടേഷൻ ആവശ്യമായി വരും. അതിനവരെ ഇൻഫോം ചെയ്യുക. നെക്സ്റ്റ് കേസാണ് ഇൻപെർഫറേറ്റഡ് ANS. ഇൻകംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ഓർ ആബ്സെൻസ് ഓഫ് ദ ANS in its normal position in the perineum. Imperforate ANS means നമുക്കറിയാം ഇൻകംപ്ലീറ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏനൽ ഓപ്പണിങ് അറ്റ് ബർത്തിൽ വിസിബിൾ ആകുകയില്ല. ഇത് അല്ലെങ്കിൽ അവിടെ കാണത്തില്ല. ഇതിനാണ് ഇൻപെർഫറേറ്റ് ANS എന്ന് പറയുന്നത്. ജസ്റ്റ് ടൈപ്പാണ്. എ മെംബ്രെയിൻ ഈസ് നോട്ടഡ് ഓവർ ദ ഏനൽ ഓപ്പണിംഗ് വിത്ത് എ നോർമൽ ANS ജസ്റ്റ് എബോവ് ദ മെംബ്രെയിൻ. അതായത് ANS ഇല്ല, പക്ഷേ ഇവിടെ ജസ്റ്റ് മെംബ്രെയിൻ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ANS അതിൻ്റെ ജസ്റ്റ് മുകളിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാൻ ഈസിയാണ്. ദർ ഈസ് ഇൻകംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ANS, ഏനൽ എജനസിസ് എന്ന് പറയും. അവിടെ ANS ഇല്ല. വിത്ത് എ റെക്ടൽ പൗച്ച് എൻഡിങ് വിത്ത് സം ഡിസ്റ്റൻസ്. അതിൻ്റെ അകത്ത് അതിൻ്റെ മുകളിലേക്ക് റെക്ടൽ പൗച്ച് ഇങ്ങനെ റെക്ടം ഇങ്ങനെ പൗച്ചായിട്ട് എൻഡ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ താഴേക്കുള്ള ഏനൽ പാട്ടേ ഇല്ല. അത് ഇച്ചിരി ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. Rectum end blindly or has a fistula connection to the perineum, urethra, bladder or vagina. ഇത് ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. റെക്റ്റം ബ്ലൈൻഡ്ലി ക്ലോസ്ഡ് ആണ്. ദെൻ ഒരു ഫിസ്റ്റുല ഉണ്ട്. എങ്ങോട്ടാണ്? പെരിറ്റോണിയത്തിലേക്കും യൂറിത്ര, ബ്ലാഡർ, വജൈനയിലേക്കും കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് ടൈപ്പാണ് കോമൺലി കാണുന്നത്. അത് ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാവുന്നതാണ്. അസസ്മെൻറ്റ്: പ്രിയോറിറ്റേറ്റീവ് ഇൻ്റർവെൻഷൻ. Determine the presence of anal opening. Monitor the presence of stool in the urine and vagina. അതായത് stool in urine and vagina കൂടെ. Stool in urine and vagina means to identify if there is fistula.
Administer IV fluid, prepare the child and parent for the surgical procedure including potential for colostomy. കൊളോസ്റ്റമി ചെയ്യുന്നത് സെക്കൻഡ് കണ്ടീഷൻ പോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റെക്റ്റം അട്രീഷ്യ പോലെ പൗച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ സെക്കൻഡ് സിറ്റുവേഷൻ മുതൽ കൊളോസ്റ്റമി ആവശ്യമുണ്ട്. ഒൺലി മൈനർ കേസിൽ മാത്രമാണ് കൊളോസ്റ്റമി ആവശ്യമില്ലാത്തത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻ്റർവെൻഷൻ, മോണിറ്റർ സ്കിൻ ഫോർ സൈൻ ഓഫ് ഇൻഫെക്ഷൻ. The preferred position is side-lying prone position with the hip elevated or supine position with the leg suspended at 90-degree angle to the trunk to reduce edema and pressure on the surgical site. അതായത് സർജിക്കൽ സൈറ്റിലേക്ക് പ്രഷർ വരാതെ കുറച്ച് ഇങ്ങനെ ഹൈറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ്. കീപ് ദ ഏനൽ surgical incision clean and dry and monitor for redness, swelling or drainage. Rectal temperature need to be avoided in the immediate postoperative care due to suture rupture. Maintain NPO status and NG feed in place, അതായത് NG tube in place for the aspiration. Maintain IV fluid until GI motility return. Provide care for colostomy if present. A new colostomy stoma may be red and edematous, but the edema out to decrease with time. അതായത് അപ്പം തന്നെ, അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സർജറി റെഡ് ആയിരിക്കും, ചെറിയ എഡിമ കാണും, അതിനുശേഷം എഡിമ പോകും. ഇൻസ്ട്രക്ട് ദ പാരൻറ്റ് ടു പെർഫോം ഏനൽ ഡയലേഷൻ ഈ പ്രിസ്ക്രൈബ് ടു അച്ചീവ് ആൻഡ് മെയിൻറ്റെയിൻ ബowel patency. Instruct the client to use only anal dilator supplied by the healthcare physician and a water soluble lubricant to insert the dilator no more than 1 to 2 cm into the anus to prevent the damage of mucosa. അതായത് വൺസ് ഏനൽ സർജറി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയലേറ്റ് ചെയ്യണം. ഡയലേറ്റ് ചെയ്യുന്ന കുറേ മാസങ്ങളോളം ഡയലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡയലേറ്റർ പല ടൈപ്പ് ഉണ്ട്. 2 മുതൽ 9 വരെയൊക്കെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അഡൽറ്റിനൊക്കെ അതിൽ കൂടുതലുണ്ട്, ബേബീസിന് അങ്ങനെ ഡയലേറ്റ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഡയലേറ്ററിന് സൈസ് വ്യത്യാസമുണ്ട്. ഡയലേറ്റർ നമുക്കറിയാൻ കണ്ടിട്ടുണ്ട്, ഡയലേറ്റർ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഒരു ഇങ്ങനെ ഡയലേറ്ററാണ്, ഒരു സൈസാണ്. ഈ ഒരു സൈസിൽ ഇവിടെ 2 ആണ്, ഇവിടെ 3 സൈസ് അങ്ങനെ. അപ്പോൾ ഈ ഡയലേറ്റർ ഡോക്ടർ പറയുന്ന ഡയലേറ്ററാണ്. ഇപ്പോൾ 3ൻ്റെ ഡയലേറ്റർ വെച്ച് നോക്കിയാൽ രാവിലെയും വൈകുന്നേരം അല്ലെങ്കിൽ എപ്പോഴാണോ അത് വെച്ച് ഡയലേറ്റ് ചെയ്യുക. അത് വലിയ സൈസോ അല്ല ചെറിയ സൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏനസിൻ്റെ സൈസ്, അതായത് ഓപ്പണിംഗ് സൈസ് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ വലുത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയാണ്. ഒരു എത്രയാണോ ഡോക്ടർ പറയുന്നത് അതനുസരിച്ച്. യൂസ് ചെയ്യേണ്ട വാട്ടർ സോലുബിൾ ലൂബ്രിക്കൻ്റ് ആണ്. കേബേജ് ജെല്ലി പോലെയുള്ള വാട്ടർ സോലുബിൾ ലൂബ്രിക്കൻ്റ് വെച്ചാണ് ചെയ്യേണ്ടത്. അത് 1 to 2 cm കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പാടില്ല. അതിലിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 to 2 cm അതെല്ലാം കംപ്ലീറ്റ് അഡ്വൈസ് പറയേണ്ടതാണ്. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ഡയലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വലിയ സൈസ് കൊണ്ട് ഡയലേറ്റ് ചെയ്ത പെർഫറേഷൻ വരും. അല്ലെങ്കിൽ ചെറിയ സൈസും കൊണ്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ ബേബീസിൻ്റെ സൈസ് ഇൻക്രീസ് ആകില്ല. അസസ്മെൻറ്റ് ഫൈൻഡിങ് ഇൻ പെർഫറേറ്റ് ഏനസ്. ഫെയിലർ ടു പാസ് മെക്കോണിയം സ്റ്റൂൾ അറ്റ് ബർത്ത്, absence of or stenosis of the anal rectal canal, presence of an anal membrane, external fistula to the peritoneum. നെക്സ്റ്റ് കണ്ടീഷനാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് പല ടൈപ്പ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, ഇങ്ങനെയെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഓരോ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ. ദ ഹൈസ്റ്റ് ഇൻസിഡൻറ്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ occur among pre-schooler or schooler age children younger than 15 years. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രീ സ്കൂളർക്കോ സ്കൂൾ ഏജിനാണ്, 15 ഇയേഴ്സ് താഴെയുള്ളത്. അത് ഓർക്കുക. മെനി ഇൻഫെക്റ്റഡ് ചിൽഡ്രൻ ആർ എസിംറ്റമാറ്റിക് ബട്ട് മൈൽഡ് നോസിയ, വൊമിറ്റിംഗ് ആൻഡ് ഡയറിയ മേ occur. Infected children who are asymptomatic still can spread hepatitis A virus to others. Hepatitis A vaccine is available with a recommended dose. ഫസ്റ്റ് ഡോസ് ബിഗിൻ അറ്റ് 12 month of age. അപ്പോൾ ഇത് ഓർക്കുക, ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ 12 month of age മുതൽ റെക്കമെൻഡഡ് ആണ്. കാരണം ഇത് കൂടുതലും വരുന്ന പ്രീ സ്കൂളർ ആയതുകൊണ്ടാണ്. ഇറ്റ് ഇസ് എ 2-dose സീരീസ്. ദ സെക്കൻഡ് ഡോസ് ഇസ് ഗിവൺ 6 to 18 month ആഫ്റ്റർ ദ ഫസ്റ്റ് ഡോസ്. അതായത് ഫസ്റ്റ് ഡോസ് കൊടുത്തതിന് ശേഷം 6 മാസത്തിന് കഴിഞ്ഞേ കൊടുക്കാവുള്ളൂ. പക്ഷേ 8 monthനുള്ളിൽ അത് എടുത്തിരിക്കണം, 1.5 വർഷത്തിനുള്ളിൽ. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. മോസ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഇൻഫെക്ഷൻ ഇൻ ചിൽഡ്രൻ അക്വേർഡ് പെരിനേറ്റലി. ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലഡിൽ കൂടെയും ബോഡി സെക്രഷനിൽ കൂടെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദ ബേബീസിന് ഹെപ്പറ്റൈറ്റിസ് ബി കിട്ടുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ല, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബി ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. ന്യൂ ബോൺ ആർ അറ്റ് റിസ്ക് ഫോർ ദ ബർത്ത് പാരൻറ്റ് ഇസ് ഇൻഫെക്റ്റഡ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി. Possible route of maternal fetal transmission include leakage of the virus across the placenta, late in pregnancy or during labor, ingestion of amniotic fluid or maternal blood, and breastfeeding, chest feeding, especially if the birthing parent has cracked nipple.
അപ്പോൾ ഇതിൻ്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ട ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഡ്യൂറിങ് ബർത്തിലായിരിക്കും, അല്ലെങ്കിൽ സോളോയിങ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ മെറ്റേണൽ ബ്ലഡ്. ദെൻ അടുത്തതാണ് ഏറ്റവും നമ്മൾ ഓർക്കേണ്ടതാണ് ബ്രസ്റ്റ് ഫീഡിങ്, ചെസ്റ്റ് ഫീഡിങ് ഈ ബേബീസിന് റെക്കമെൻഡഡ് അല്ല. ഹെപ്പറ്റൈറ്റിസ് ബിയിലും HIV-യിലും ബ്രസ്റ്റ് ഫീഡിങ്, ചെസ്റ്റ് ഫീഡിങ് റെക്കമെൻഡഡ് അല്ല. അത് നോട്ട് ചെയ്ത് വെക്കണം. The severity in the infant vary from non-liver disease to chronic liver disease. In children and adolescents, hepatitis B occur in specific high-risk group, including children with hemophilia or other disorder requiring multiple blood transfusion, children or adolescents involved in IV drug use or drug abuse, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചിൽഡ്രൻ. അതായത് ആരാണ് ഈ ബ്ലഡും അല്ലെങ്കിൽ ഡ്രഗ്സൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പിള്ളേരും വരെ ഹീമോഫീലിയ ഉള്ള പിള്ളേർക്ക് കൂടുതൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടെ വരാം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചൈൽഡിലും വരാറുണ്ട്. ഇൻഫെക്ഷൻ വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി ക്യാൻ കോസ് എ കാരിയർ സ്റ്റേറ്റ് ആൻഡ് ലീഡിങ് ടു ഇവൻച്വൽ സിറോസിസ് ഓർ ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ ഇൻ അഡൽട്ട്ഹുഡ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഇൻഫെക്ഷൻ സിറോസിസിനോ ഹെപ്പാറ്റോസെല്ലുലാർ കാർസിനോമ അഡൽട്ട്ഹുഡിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനീഷ്യൽ ഡോസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ വുഡ് ബി ഗിവൺ പ്രയർ ടു ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ഇൻ ന്യൂബോൺ. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി അറ്റ് ബർത്തിൽ തന്നെ കൊടുക്കേണ്ടതാണ്. ഇവർക്ക് BCG അല്ല അറ്റ് ബർത്ത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ BCG എന്ന് എഴുതരുത്. BCG ഇല്ല അവരുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കൊടുക്കുന്നത്. ദ സബ്സിക്വൻറ്റ് 2 ഡോസ് ആർ ഗിവൺ പെർ വാക്സിൻ ഷെഡ്യൂൾ. അതായത് 1 month ആൻഡ് 6 months ഓഫ് ഏജ്. അത് നമ്മുടെ പോലെ തന്നെയാണ്. 1 month 6 months ഗ്യാപ്പിലാണ് കൊടുക്കേണ്ടത്. അതായത് അറ്റ് ബർത്തിൽ കൊടുക്കും, പിന്നെ 1 month കൊടുക്കും, പിന്നെ 6 months കൊടുക്കും. Hepatitis C. Transmission of hepatitis C is primarily by the parental route. Some children may be asymptomatic, but hepatitis C often become a chronic condition and can cause cirrhosis and hepatocellular carcinoma. ഇത് ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെയാണ്. ഇതും IV റൂട്ടിൽ കൂടിയാണ് പകരുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഡി ഇൻഫെക്ഷൻ ഒക്കർ ഇൻ ചിൽഡ്രൻ ഓൾറെഡി ഇൻഫെക്റ്റഡ് വിത്ത് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി ഇത് വളരെ റെയർ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള പിള്ളേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് ഡിയും വരാൻ ചാൻസ്. അക്യൂട്ട് ആൻഡ് ക്രോണിക് ഫോം ടെൻഡ് ടു ബി മോർ സിവിയർ ദാൻ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ക്യാൻ ലീഡ് ടു സിറോസിസ്. ചിൽഡ്രൻ വിത്ത് ഹീമോഫീലിയ ആർ മോർ ലൈക്ലി ടു ബി ഇൻഫെക്റ്റഡ് ആസ് ദോസ് ഹു ആർ ആൻഡ് IV, അതായത് IV ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും IV ഡ്രഗ് യൂസേഴ്സിനും ഒക്കെയാണ്. സെയിം ആസ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ബേബീസിന് വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ ഈസ് അൺകോമൺ ഇൻ ചിൽഡ്രൻ. അപ്പോൾ അൺകോമൺ ഇൻ ചിൽഡ്രൻ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് സി ആണ്. എല്ലാം പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലി ഇങ്ങനെ പറയുന്നത്. ഇൻഫെക്ഷൻ ഈസ് നോട്ട് എ ക്രോണിക് കണ്ടീഷൻ, ഡസ് നോട്ട് കോസ് ക്രോണിക് ലിവർ ഡിസീസ് ആൻഡ് ഹാസ് നോ കാരിയർ സ്റ്റേറ്റ്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വലിയ പ്രോബ്ലം ഇല്ല. ഹെപ്പറ്റൈറ്റിസ് എയും അത്ര വലിയ ഇഷ്യൂ ഇല്ല.